ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ശുചിത്വ ഹരിത ടൂറിസം കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ADM ഷൈജു P. ജേക്കബ് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നടത്തി. ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ IAS ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനം നടത്തി. കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് 30-ന് സീറോ വേസ്റ്റ് കേരളമായി സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ സീറോ വേസ്റ്റ് പദ്ധതി നടപ്പാക്കിയത്. മാർച്ച് 4 മുതൽ 15-ാം തീയതി വരെ നടത്തിയ മെഗാ ക്ലീനപ്പിൽ പഞ്ചായത്ത്, വൈദ്യുതി വകുപ്പ്, DTPC, ഹൈഡൽ ജീവനക്കാർ, NRGE, ശുചീകരണ തൊഴിലാളികൾ, ഹിൽദാരി, ഹരിതകർമ്മസേന, അഗ്നിരക്ഷാസേന, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, പോലീസ്, വനംവകുപ്പ്, വ്യാപാരികൾ, ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് വൻ വിജയമാക്കി തീർത്തിരുന്നു. മൂന്നാർ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിലായി 55 ടണ്ണിലധികം മാലിന്യങ്ങൾ ശേഖരിച്ചു. മൂന്നാറിലെ 6 പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ ഹൈഡൽ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്, അപ്സൈക്കിൾ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇരവികുളം നാഷണൽ പാർക്ക് എന്നിവ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപനം നടത്തി. ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ADM ഷൈജു P. ജേക്കബ് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നടത്തി. ഈ പരിപാടിക്ക് എല്ലാ സപ്പോർട്ടും നേർന്നുകൊണ്ട് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം ആധികാരികമായി എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഞാനിത് പ്രഖ്യാപിക്കുന്നു. ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനം ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ IAS നിർവഹിച്ചു. എന്നെ വളരെയധികം ആകർഷിച്ച മറ്റൊരു കാര്യമാണ് ഇതിലൊരു 45ഓളം സംഘടനകൾ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് മൂന്നാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തിന് നമ്മുടെ പഞ്ചായത്ത് ഒരു കൈ സഹായം ചോദിച്ചപ്പോൾ നൽകാൻ വേണ്ടി ഒരുപാട് കൈകളാണ് ഉയർന്നു വന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ സംഘടനാ പ്രവർത്തകർക്കും അതിൻ്റെ അംഗങ്ങൾക്കും അതിൻ്റെ നേതൃത്വം നൽകുന്നവർക്കും ഈ ഒരു സദസ്സിൽ വെച്ച് പ്രത്യേകം ഒരു കൈയടി നമുക്ക് നൽകാനാണ്. തുടർന്ന് ക്ലീനപ്പ് ഡ്രൈവിൽ പങ്കെടുത്ത വിവിധ ആളുകളെ ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റുകൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ ശുചീകരണ സന്ദേശവും ശുചീകരണ തൊഴിലാളികൾക്കുള്ള യൂണിഫോം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി GP ഉദയകുമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.